ഖാലിമാർ അവര് ഇസ്ലാമിന്റെ വക്താക്കളായിട്ടാണ് സമുദായത്തിലും സമൂഹത്തിലും അവരെ കാണുന്നത്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പോരാ, അവനവന്റെ ആഖിറത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമാരെ ഇടപെടണേ എന്ന് ഒരു അഭ്യർത്ഥനയാണ്. അധിക പ്രസംഗമല്ല. ഖുദിൽ അംറ ബിത്തദ്ബീർ, ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു മുസ്ലിമിനും വേണ്ട സംഗതിയാണത്, ഖാദിമാർക്ക് പ്രത്യേകിച്ചും. നമ്മൾ മതേതര രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഇടകലർന്ന് ജീവിക്കുന്നുണ്ട്. ഇതര സമുദായങ്ങളുമായുള്ള സൗഹാർദ്ദം, സഹകരണം വളരെ ശ്രദ്ധയോടുകൂടി ഖാദിമാരും പണ്ഡിതന്മാരും മുസ്ലിങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യണം. സമുദായങ്ങളിടയിൽ കലഹമുണ്ടാക്കിക്കൂടാ, കലാപങ്ങൾ ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ അമുസ്ലിമിനോട് ചിരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ മതം ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടില്ല. അമുസ്ലിമിനോട് സഹകരിക്കരുതെന്നോ, അമുസ്ലിമിനെ സഹായിക്കരുതെന്നോ, അമുസ്ലിമിന് ഭക്ഷണം നൽകരുതെന്നോ, അമുസ്ലിമിന്റെ ഭക്ഷണം നമ്മൾ ഭക്ഷിക്കാൻ പാടില്ലെന്നോ നമ്മുടെ വിശുദ്ധ മതം നമ്മളോട് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായ മാതൃക കാണിച്ചിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഇസ്ലാമിന്റെ രീതി ലാ ഇക്റാഹ ഫിദ്ദീൻ, വിശുദ്ധ ഇസ്ലാം സത്യമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു, അതാണ് വസ്തുതയും എന്ന് കരുതി ഈ സത്യം സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. മുസ്ലിമിന്റെ മർമ്മം വിശ്വാസമാണ്. വിശ്വാസം ഭീഷണിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല എന്നല്ല വിശുദ്ധ ഖുർആൻ കൃത്യമായി തുറന്നു പറയുന്നുണ്ട്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വിശുദ്ധ ഇസ്ലാം സർത്താവിന്റെ സത്യമതമാണ്. സന്മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം. വമൻ ശാഅ ഫൽയക്ഫുർ, സ്വീകരിക്കാൻ മനസ്സില്ലാത്തവർക്ക് മാറി നിൽക്കാം എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടിന്റെയും ഫലം രണ്ടായിരിക്കുമെന്ന് മാത്രം. പക്ഷെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്താണെങ്കിലും അല്ലെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ ബലാത്കാരവും നിർബന്ധവും അടിച്ചമർത്തുന്ന രീതി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. സൗകര്യമുള്ളവർക്ക് സ്വീകരിക്കാൻ, അല്ലാത്തവർക്ക് മാറി നിൽക്കാം. മുസ്ലിമിന്റെ നീതിബോധം ശക്തമായിരിക്കണം. എത്ര കൃത്യമായ നീതിയാണ് മുസ്ലിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. ആശയപരമായി കടുത്ത വിരോധമുണ്ടെങ്കിൽ പോലും ഇതര സമുദായങ്ങളോട് അനീതി ചെയ്തുകൂടാ എന്ന് മുസ്ലിങ്ങളോട് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു ജനവിഭാഗത്തോട് മറ്റൊരു സമുദായത്തോട് ആശയപരമായി നിങ്ങൾക്ക് വിരോധമുണ്ട്, വിയോജിപ്പ് ശക്തമായ രൂപത്തിൽ തന്നെ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ അവരോട് അനീതി ചെയ്തുകൂടാ എന്ന് കൃത്യമായി മുസ്ലിങ്ങളോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം, എല്ലാവർക്കും സഹായങ്ങൾ നൽകണം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോടൊക്കെയും അവർ മുസ്ലിങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും മതഭേദമില്ലാത്തവരാണെങ്കിലും അവരോടൊക്കെ കരുണ ചെയ്തുകൊണ്ട് അവരോടൊപ്പം ജീവിക്കാം എന്നാണ് വിശുദ്ധ ഇസ്ലാം മുസ്ലിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. എത്രത്തോളം മകൻ ഇസ്ലാം സ്വീകരിച്ചു അല്ലെങ്കിൽ മകൾ ഇസ്ലാം സ്വീകരിച്ചു, മകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്യുന്ന ജിഹാദികളായ മുസ്ലിങ്ങളായ മാതാപിതാക്കൾ, മകൻ ഇസ്ലാം സ്വീകരിച്ച മകനെ ഇസ്ലാമിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ, ഇസ്ലാമിൽ നിന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി ജിഹാദിലാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളോട് പോലും ഭൗതിക ലോകത്ത് ഇടപെടുമ്പോൾ മാന്യമായി ഇടപെടണമെന്നാണ് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം, ശിർക്ക് ചെയ്യാൻ, കുഫ്ർ ചെയ്യാൻ, ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാൻ നിന്റെ മാതാപിതാക്കൾ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ, ജിഹാദ് നടത്തിയാൽ അവരെ അനുസരിച്ചുകൊണ്ട് സത്യം കൈവിടരുത്. എന്നാലും മാന്യമായി മാതാപിതാക്കൾ എന്ന പരിഗണന നൽകിക്കൊണ്ട് മുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഇടപെടണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാണ് മുസ്ലിം.
അമുസ്ലിമിന് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം എന്നല്ല. അയൽവാസി അവന് സാമ്പത്തികമായി ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തോളണം. ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ഏതൊരു മനുഷ്യനും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സഹായമൊക്കെ നൽകിയാൽ നിങ്ങൾക്കത് പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തഫഖുൻ അലൈഹി ഹദീസ് ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. മൻസൂഖാണെന്ന് മുതഅല്ലിങ്ങൾ ധരിക്കണ്ട. ഞാൻ ഈ പറഞ്ഞതൊന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിൽ മൻസൂഖേ അല്ല. വതഹില്ലു സ്വദഖതു ലികാഫിരിൻ വലൗ ഹർബിയൻ ലിഖബരി സ്വഹീഹൈനി ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹഫത്തുൽ മുഹ്താജിൽ എഴുതി വെച്ച ഇന്നും നിലവിലുള്ള നിയമമാണ്. അമുസ്ലിമിന് ഭക്ഷണം നൽകാം, മാനുഷിക കാര്യങ്ങളിലൊക്കെ സഹായിക്കാം. ഭക്ഷണത്തിന് പ്രയാസമുള്ള മുസ്ലിമിന് ഭക്ഷണം നൽകിയാൽ നമുക്കത് പരലോകത്ത് പ്രതിഫലം ചെയ്യുന്ന സൽക്രമമാണ്. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പ്രയാസപ്പെടുന്ന മുസ്ലിമിന് ഭക്ഷണം നൽകിയാൽ നമുക്കത് പുണ്യമാണ്. മാനുഷിക കാര്യങ്ങളിൽ മനുഷ്യനെ നിലക്കുള്ള ആവശ്യങ്ങളിലൊക്കെ മറ്റിതര മതക്കാരെ സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും മുസ്ലിമിന് യാതൊരു വിരോധവും ഇല്ല. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങളിൽ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര അനുഷ്ഠാന ആഘോഷങ്ങളിലൊന്നും മുസ്ലിമിന് പങ്കെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇവിടെ ഇപ്പോൾ പലരും മതസൗഹാർദ്ദം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സൗഹാർദ്ദമാണ്. മുസ്ലിങ്ങളായ നാം കൃത്യമായി ഇസ്ലാമിക വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ അകലം പാലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെയും മനുഷ്യരായി ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക കാര്യങ്ങളിൽ അവരുമായി സഹകരിച്ചും സഹവസിച്ചും സഹായിച്ചും ജീവിക്കുക എന്ന മനുഷ്യ സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതക്കാരുടെ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടിക്കുഴക്കലല്ല. മറ്റു മതക്കാരുടെ മതപരമായ കർമ്മങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കാളികളാവലല്ല മതസൗഹാർദ്ദം. ഇത് ഖാദിമാരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെയും എന്തെങ്കിലും ചെയ്ത ആരും ഒന്നും പറയാൻ പാടില്ല, ആരും ചോദ്യം ചെയ്തുകൂടാ എന്ന അപ്രമാദിത്വമൊന്നും ഈ ഉമ്മത്തിൽ ആർക്കുമില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ട നേതാവാണ്. ബാക്കി ഏത് നേതാവിനെയും, ഏത് സയ്യിദിനെയും, ഏത് ആലിമിനെയും, ഏത് ഖാദിയെയും ഈ ഉമ്മത്ത് അനുസരിക്കുന്നത് അല്ലാഹുവിനോടുള്ള നിഅമത്തിന്റെ വിധേയത്വത്തിന്റെ പേരിൽ മാത്രമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിന് അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ ഖാദിമാരെ നമ്മൾ ആദരിക്കും, ഖാദിമാരുടെ തീരുമാനങ്ങൾ അനുസരിക്കും, പണ്ഡിതന്മാരനുസരിക്കും, അതിൽ വിമർശിക്കൂല. അതേസമയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദരണീയരായ അയിമ്മത്തുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മതനിയമങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത ആരോടും ഈ ഉമ്മത്തിനില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ബോധപൂർവം തന്നെ പറയുകയാണ്. ഇവിടെ ഇപ്പോൾ ഈമാനും കുഫ്റും എല്ലാം കൂടി കൂട്ടിക്കലർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരുടെയോ ഒളി അജണ്ടകളിൽ മറ്റുള്ളവർ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആദരണീയരായ ഖാദിമാർ തിരിച്ചറിയേണ്ടതുണ്ട്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മകളിൽ പരസ്പരം സഹകരിക്കുക, തിന്മകളിൽ നിസ്സഹകരിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാം. ഇത് പറയുന്നതിന് ഈ രാജ്യത്ത് നിയമം നമ്മൾ അനുവദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഒരു CPM-കാരൻ, രാഷ്ട്രീയം പറയല്ല എന്നാലും ചില ഉദാഹരണം പറയാണ്, CPM-ന്റെ നിലപാടുകൾ തെറ്റാണെന്ന് പറയാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒരു സമ്മേളനത്തിലേക്ക് CPM-ന്റെ പ്രതിനിധി പങ്കെടുത്താൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകൂലേ? പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ CPM-ന്റെ നിലപാട് തെറ്റാണെന്ന് പറയുന്ന കോൺഗ്രസിന്റെ പരിപാടികളെ CPM-കാരൻ സഹായിച്ചാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകൂലേ? CPM നിന്ന് മാറ്റി നിർത്തൂലേ? കോൺഗ്രസിന്റെ നിലപാടുകൾ, നയനിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി CPM നടത്തുന്ന പരിപാടിയെ കോൺഗ്രസുകാരൻ സഹായിച്ചാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ?
ഇതാർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾ പറഞ്ഞല്ലോ, ആ മുസ്ലിമിന് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം, അവന്റെ ഭക്ഷണം നമുക്ക് കഴിക്കാം. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, നമ്മുടെ കിതാബുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. സഹായിക്കുന്നതിൽ നമുക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ തെറ്റായ കാര്യങ്ങളിൽ ആരെയും സഹായിക്കാൻ പറ്റില്ല. അത് ആ മുസ്ലിമിനെ മാത്രമല്ല, മുസ്ലിമിനും സഹായിക്കാൻ പറ്റില്ല. ഒരു മുസ്ലിമാണ് മദ്യപാനത്തിന് കാശ് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് മദ്യപാനം നിരോധിച്ചിട്ടില്ല, ഇത് മതേതര രാജ്യമാണ് എന്ന് കരുതി, രാജ്യം അനുവദിച്ചതല്ലേ എന്ന് കരുതിയിട്ട് മദ്യപാനത്തിന് ഒരു മുസ്ലിം കാശ് ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് പറ്റൂല. കാരണം തിന്മയാണത്, തെറ്റിൽ നമുക്ക് സഹകരിക്കാൻ കഴിയൂല. അവന് ഭക്ഷണത്തിന് പ്രയാസമുണ്ട് എന്ന് കരുതി കാശ് വെച്ചാൽ കൊടുക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നന്മകളിൽ പരസ്പരം സഹകരിക്കും, മാനുഷിക കാര്യങ്ങളിൽ സഹകരിക്കണം. കുഫ്റിന്റെ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ഖാദിമാർ, മുസ്ലിം നേതാക്കന്മാർ, ഈമാനും കുഫ്റും തമ്മിൽ കൃത്യമായ വിരുദ്ധം തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിനെ കുഫ്റിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ശരിയല്ല എന്ന് ഉലമാക്കൾ പറയേണ്ടതുണ്ട്. ആരും പറയാതെ കാലക്രമേണ മുൻകറുകൾ മഅറൂഫായി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിൽ തന്നെ ജീവിക്കുക, ആ മുസ്ലിങ്ങളുമായി മാനുഷിക കാര്യങ്ങൾ സഹകരിക്കുക, സഹായിക്കാം, സഹവസിക്കാം. മറ്റു മതക്കാരുടെ മതപരമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങളോ മുസ്ലിം ഖാദിമാരോ നേതാക്കളോ പങ്കെടുക്കുന്നത് മതസൗഹാർദ്ദമാണെന്ന ലേബൽ നൽകുന്നത് ശരിയല്ല. ഞാനിത് എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിലെ മതയുക്തിവാദികളുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യ ഇസ്ലാമിനെ തിരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്. അവരൊക്കെ പലപ്പോഴും ഒളി അജണ്ടകൾ വെച്ച് വഞ്ചനാപരമായ രീതികളാണ് സ്വീകരിക്കാറുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മുനാഫിക്കുകൾ മസ്ജിദുൽ ഇറാറിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതും ഇൻ അറദിനാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നല്ലതേ വിചാരിച്ചിട്ടുള്ളൂ എന്ന് ആണയിട്ട് പറഞ്ഞതും പോകരുതേ എന്ന് അള്ളാഹു വഹി അറിയിച്ചതും നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ ഖാദിമാർക്ക് വഹി വരൂലല്ലോ. മുബ്തദികളുടെ ഒളി അജണ്ടകൾ ഖാദിമാർ തിരിച്ചറിയണം. മുബ്തദികളുടെ ഒളി അജണ്ടകൾ ഖാദിമാർ തിരിച്ചറിഞ്ഞേ പറ്റൂ. മുഖ്യധാരാ മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കുന്ന, മൗലിദും മന്ത്രവും നടത്തുന്ന സയ്യിദന്മാരും ഉലമാവും ഒക്കെ മുശ്രിക്കുകളാണ്, അവർ മുസ്ലിങ്ങളല്ല എന്ന് ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതയുക്തിവാദികൾ, തിരുത്തൽവാദികൾ, വഹാബികൾ, മൗദൂദികൾ, അവരുടെ ഒളി അജണ്ടകളിലും അവരുടെ വിദഈ സംവിധാനങ്ങളുടെ പരസ്യങ്ങളാവാൻ ഖാദിമാർ നിന്നു കൊടുക്കരുതേ എന്ന് വേദനയോട് കൂടിയാണെങ്കിലും പറയുകയാണ്. പറയാതെ വയ്യ. ഇവിടെ ചിലത് ഞാനൊക്കെ തുറന്നു പറയുകയാണ്. ഇവിടെ ഖാദിമാരായി പ്രവർത്തിക്കുന്നവർ മുസ്ലിം സമുദായത്തിന്റെയും അല്ല പൊതുസമൂഹത്തിന്റെയും പൊതുവേദികളിൽ സ്ഥാനമുള്ളവരും ഇടപെടുന്നവരുമുണ്ട്, വിരോധമല്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഖാദിമാരുണ്ട്. അവർ രാഷ്ട്രീയത്തിന്റെ വേദിയിലോ പൊതുവേദിയിലോ ഒക്കെ പരസ്പരം അവർ കൂടിയിരുന്നു, അവർ കണ്ടു, പൊതുവേദിയിൽ അവർ സഹകരിച്ചു എന്നതിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. മറിച്ച് വഹാബികളുടെ, മൗദൂദികളുടെ, അവരുടെ സംഘടനകളുടെ, അവരുടെ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പരിപാടികളുടെ ഉദ്ഘാടകരും പ്രചാരകരുമായി നമ്മുടെ അഹ്ലുസുന്നയുടെ ഖാദിമാർ മാറുമ്പോൾ അത് വഞ്ചിക്കപ്പെടുകയല്ലേ? അത് നമ്മുടെ ഖാദിമാർ തിരിച്ചറിയേണ്ടതില്ലേ? വഹാബികളുടെയും മൗദൂദികളുടെയും ബിദഈ അജണ്ടകൾ അടക്കം ഇപ്പോൾ ഒരു ബൈത്തുൽ സക്കാത്ത് സംവിധാനമുണ്ട്. അതിന്റെ പരസ്യത്തിന് ഉപയോഗിക്കപ്പെടുന്നത് ആദരണീയരായ സയ്യിദന്മാരാണ്. വിനയത്തോടുകൂടി പറയുന്നു, ഇതൊരു സംഘടനാ പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല, യാതൊരു സംഘടനാ വിരോധത്തിന്റെ പേരിലും പറയുന്നതല്ല. സംഘടനകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതല്ല റബ്ബിന്റെ ദീന് പറയാൻ വേണ്ടിയാണ് സംഘടനകൾ, അല്ലാതെ സംഘടനകൾക്ക് ഒപ്പിച്ചും ചെരിച്ചും വെക്കാനുള്ളതല്ല ദീനും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ ദീന് പറയാനുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ പോയ നമ്മുടെ സാദാത്യങ്ങളും അല്ലാത്തവരുമായ ഖാദിമാർ, പൊതുവേദികളിലും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചിരുന്ന ഖാദിമാർ ഇവിടെ നേരത്തെയും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദരണീയായ സാദാത്ത് കുടുംബത്തിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ വേദികളിൽ, പൊതുവേദികളിൽ അവരൊന്നിച്ചിരിക്കുകയും ഒന്നിച്ചിടപെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിമർശനമല്ല ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ബിദഈകളുടെ സ്ഥാപനത്തിന്റെ പ്രചാരകരും ബിദഈകളുടെ സമ്മേളനങ്ങളുടെ ഉദ്ഘാടകരുമായിട്ട് നമ്മുടെ ഖാദിമാർ മാറുമ്പോൾ ഈ ഖാദിമാർ വഞ്ചിക്കപ്പെടുകയാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവേണ്ടതല്ലേ? അധിക പ്രസംഗമായ
ആർക്കും തോന്നരുത്. ദീന് പറഞ്ഞേ പറ്റൂ എന്നതുകൊണ്ട് ഞാനത് പറയുക തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനാണ്. ആദരണീയരായ ഇവിടെ നേരത്തെ വലിയ ഖാദിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ അറിവിൽ ഇവിടെ കഴിഞ്ഞുപോയ അഹ്ലുസുന്നയുടെ ഖാദിമാർ വഹാബികളുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പ്രചാരകരായതായി എനിക്കറിയൂല. ഇന്ന് നമ്മുടെയൊക്കെ ചില ഖാദിമാർ ഒരുപക്ഷെ അവരാ വിഷയം വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടോ മറ്റുള്ള ആരോ അവരറിയാതെ ഉപയോഗപ്പെടുത്തത് കൊണ്ടോ ആയിരിക്കാം വിദഅത്തുകളുടെ സംവിധാനങ്ങളുടെ പ്രചാരകരായി അതിന്റെ ഉദ്ഘാടകരായി ആദരണീയരായ സാദാത്യങ്ങളും അല്ലാത്തവരുമായ ഖാദിമാർ ഉപയോഗിക്കപ്പെടുമ്പോൾ വേദനയുണ്ട്. നിങ്ങളും നിങ്ങളുടെ പൂർവികരും മുശ്രിക്കുകളാണെന്ന് പ്രചരിപ്പിക്കുന്ന ഇന്നും അത്തരം പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിദഅകൾ മുഖ്യധാര മുസ്ലിങ്ങളെ മുഴുവനും ഇസ്ലാമിലല്ല മുശ്രിക്കുകളാണെന്ന് പ്രചരിപ്പിക്കുന്നവർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാവുകയില്ല. ഇത് അവരുടെ വിദഅത്ത് പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ അഡ്രസ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന അവരുടെ കുതന്ത്രമാണ്. തിരിച്ചറിയണമെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് വഹാബികളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ സ്ഥാപനങ്ങളും സംഘടനകളും ബൈത്തുൽ സക്കാത്ത് അടക്കമുള്ള സംവിധാനങ്ങളിലും ആദരണീയരായ സാദാത്യങ്ങൾ ഖാദിമാർ അതിന്റെ പ്രചാരകരാവരുത്. ആഖിറത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ദീനിയായിട്ടൊരു തെറ്റായ സംഗതിയൊന്നുമല്ല. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ച സംഗതിയല്ലേ ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആ ആദർശ കൃത്യത ഏതൊരു മുസ്ലിമും പാലിക്കേണ്ടതുണ്ട്. വഅല്ലാ യുകാസിറ അഹ്ലൽ ബിദ്അ വലാ യുദാനിയഹും. ബിദ്അത്തിന്റെ അഹ്ലുകാർക്ക് പ്രചാരണമാകുന്ന അവർക്കൊരാൾക്കൂട്ടം ഉണ്ടാവാൻ സഹായമാകുന്ന പണികൾ മുഅ്മിനീങ്ങൾ ചെയ്യരുത് എന്ന് സാദാത്ത് കുടുംബത്തിലെ കാരണവരും കൂടിയായ ഖുത്ബുൽ അഖ്താബ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉന്നയത്തിലെ എഴുതി വെച്ചത് ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എത്ര കൃത്യമായാണ് എഴുതി വെച്ചത്. വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅത്തി വമുഹാജറതിഹിം വഖത്ഇസ് സുഹബത്തി മഅഹും വതശ്ദീദിൽ ഇൻകാരി അലൈഹിം. ഈ ഉമ്മത്തിലെ സലഫ് സ്വാലിഹീങ്ങളായ ഇമാമുകളും ആലിമീങ്ങളും സാദാത്യങ്ങളും സർവാംഗീകൃതമായ നിയമമാണ് മത പരിഷ്കരണവാദികളുടെ മതയുക്തിവാദികളുടെ മുബ്തദികളെ അവരുടെ ആശയങ്ങൾ ശക്തമായി ഗണ്ണിക്കുകയും വിമർശിക്കുകയും അവരുടെ ആശയത്തിന് സഹായമാകുന്ന ഒരു നിലപാടും അവരോട് സഹകരണം നടത്താതിരിക്കുകയും വേണമെന്നത് ഈ ഉമ്മത്തിന്റെ പൂർവീകർ സർവസമ്മതമായി അംഗീകരിച്ച് പഠിപ്പിച്ച വസ്തുതയാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫ 1-ാം വാള്യം 350 എഴുതി വെച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരോടും അനാദരവുള്ളത് കൊണ്ടല്ല. സാദാത്യങ്ങൾ ആദരിക്കപ്പെടണം. പാണക്കാട് സാദാത്ത് കുടുംബം കേരളത്തിലെ പ്രമുഖ കുടുംബമാണ്. നല്ല ആദരവ് നമുക്ക് അവരോടുണ്ട്. എല്ലാ സാദാത്യങ്ങളെയും ആദരിക്കണം, സയ്യിദന്മാരെയും ആദരിക്കണം. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കഴിഞ്ഞകാല ഖാദിമാരും സാദാത്യങ്ങളും വഹാബികളുടെ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്ത അറിവ് എനിക്കില്ല. ബിദഅകളുടെ പ്രചാരണത്തിന് അവർ സഹായം ചെയ്തത് നേരെ എനിക്കറിയൂല. പൊതുവേദികളിൽ അവർ ഇടപെട്ടിട്ടുണ്ടാവാം. ആ ഒരു പാരമ്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ടെങ്കിലും വിദഅത്തുകാരുടെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പരിപാടികളിൽ അവർക്ക് സഹായമാകുന്ന രൂപത്തിൽ, അവർക്ക് വളർച്ചയ്ക്ക് കാരണമാകുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ സാദാത്യങ്ങൾ നടത്തരുതെന്ന്, ഖാദിമാർ നടത്തരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അധിക പ്രസംഗമല്ല. ഞാൻ എന്റെ ശബ്ദം ഈ സദസ്സിൽ കേൾക്കുന്നവരോടും അല്ലാത്തവരോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് സംഘടനാ പ്രശ്നമല്ല കേട്ടോ, ആരും അങ്ങനെ കരുതണ്ട. സംഘടനയുടെ പേരിൽ യാതൊരു വിരോധവും ഇല്ല. സംഘടനകളൊക്കെ സുന്നത്ത് ജമാഅത്ത് പറയാനുള്ളതാണ്. സാദാത്യങ്ങൾ ആദരിക്കപ്പെടണം. സംഘടനാ വിരോധമല്ല. ഇനി അങ്ങനെ ആരും വ്യാഖ്യാനിക്കരുത്. സംഘടനയുടെ വിരോധമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സംഘടനകൾക്ക് വേണ്ടി അത് ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ളതല്ല ദീന്. ദീന് പറയാൻ വേണ്ടിയാണ് സംഘടനകളൊക്കെ. യാതൊരു സംഘടനാ വിരോധവും ഇല്ല. രാഷ്ട്രീയവും നമ്മുടെ ലക്ഷ്യമല്ല. അതേസമയം സുന്നത്ത് ജമാഅത്ത് നമുക്ക് മർമ്മമാണ്. അത് എല്ലാവർക്കും മർമ്മമാണ്. ഒരുപക്ഷെ ബിദഅകളുടെ കുതന്ത്രങ്ങളുടെ പേരിലായിരിക്കാം അവർക്ക് ചില അഡ്രസ്സുകൾ കിട്ടാൻ വേണ്ടി അവർ പ്രചാരകരായി ഈ ഖാദിമാർ ഈ സാദാത്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് വരുന്ന അനർത്ഥങ്ങൾ വലുതായിരിക്കുമെന്ന് മൊത്തത്തിൽ സമുദായവും തിരിച്ചറിയേണ്ടതുണ്ട്. ആരും ഒന്നും പറഞ്ഞുകൂടാ. ആരെങ്കിലുമൊക്കെ ചിലർ ചെയ്യുന്നത് അവരുടെ മറ്റു വ്യക്തിപ്രഭാവം കൊണ്ടോ നേതൃത്വ സ്വഭാവം കൊണ്ടോ അത് തന്നെയാണ് ദീനി എന്ന നിലക്ക് അംഗീകരിക്കപ്പെടണം. അത് വിമർശിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയിക്കൂടാ.
പിന്നെ ചില ദീനീ കാര്യങ്ങൾ പറയുമ്പോൾ വിവരമുണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ കരുതിയ ചില ആളുകൾ ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഒന്നും അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ഒരു മതവിശ്വാസികൾക്ക് അവരുടെ മതം വിശ്വസിക്കുന്നവരോട് മതം പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? വിവരമുണ്ടെന്ന് കരുതുന്നവർ ഇങ്ങനത്തെ വിഡ്ഢിത്തം പറയുന്നത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഭരണഘടന കൃത്യമായി ഇവിടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും അത് മതം പറയാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൃത്യമായി നമ്മുടെ ഭരണഘടനയിൽ വിഹിതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്ന സംഗതിയല്ല. ഇസ്ലാം കേൾക്കാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളോട്, മതവിഷയത്തിൽ താല്പര്യമുള്ള മുസ്ലിങ്ങളോട് മതവിഷയം ഇങ്ങനെയാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. ഇനി മുസ്ലിം പണ്ഡിതന്മാരല്ല, ഓരോ മതത്തിലുമുള്ള മതവിശ്വാസികളോട് അതാത് മതത്തിലെ പണ്ഡിതന്മാർ അത് പറയുന്നത് ജനാധിപത്യ രാജ്യത്തെ സംവിധാനത്തിന് വിരുദ്ധമല്ല എന്നത് ആർക്കും തിരിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഈ രാജ്യത്തെ ഇസ്ലാം താല്പര്യമില്ലാത്ത ആളുകളോടല്ല, മുസ്ലിം എന്ന പേരുള്ളവർക്കും ഇസ്ലാമിനോട് താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇസ്ലാം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളോട് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായി കൊണ്ട് തന്നെ നമുക്കിവിടെ സ്വീകരിക്കാനും ചെയ്യാനുമുള്ള അനുവാദമുണ്ടെന്നും പറയുന്നത് രാജ്യത്തിന്റെ മതേതരത്വത്തിനോ ജനാധിപത്യത്തിനോ വിരുദ്ധമല്ല എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതര മതവിശ്വാസികളോടുള്ള സൗഹാർദ്ദം തകർക്കാതെ സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മുസ്ലിങ്ങളുടെ മതാചാരങ്ങളിലാണ് പങ്കെടുക്കേണ്ടത്. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതാചാരങ്ങൾ കൂട്ടിക്കുഴക്കലല്ല. ഞാൻ തൽക്കാലം എന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും പറയേണ്ടടുത്ത് പറയാനുമുള്ള തൗഫീഖും ഹിമ്മത്തും നമുക്ക് നൽകുമാറാവട്ടെ.